നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മുടെ കൂടെ ലാലാമ്മ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയാം കേട്ടോ. നമ്മളെപ്പോഴും ഈ മേൽശാന്തി മാറ്റത്തിൻ്റെ സമയത്ത് നമ്മുടെ ഗുരുവായൂരപ്പനെ ചെറിയ ഒരു സമ്മാനം നൽകാറുണ്ട്. അപ്പോൾ ഇത്തവണയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അത് നമുക്ക് സാധ്യമായിരിക്കുകയാണ്. അപ്പോൾ ആ വിശേഷം പങ്കുവെക്കാനാണ് ലാലാമ്മ വന്നിരിക്കണത്. കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് കേട്ടോ. ലാലാമ്മയ്ക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് നീണ്ടുപോയത്. അപ്പോൾ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ലാലാമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ ആ സന്തോഷം എന്താണെന്ന് ലാലാമ്മ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നതായിരിക്കും കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഭഗവാന് ഒരു സ്വർണ്ണ ഗോപി തിലകം സമർപ്പിക്കുക എന്നത്. അത് ഇന്ന് ഭഗവാൻ അത് സാധിച്ചു തന്നിരിക്കുകയാണ്. ആ ഒരു വലിയ സന്തോഷമാണ് നമ്മുടെ ഭക്തരോട്. നിങ്ങളുടെ എല്ലാം ഒരു അനുഗ്രഹവും സ്നേഹവുമാണ് ഇതിന് വേണ്ടി സാധിച്ചു തന്നതും. ഇതിൻ്റെ പുറകിൽ തന്നെ ഒത്തിരി പേര് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഗുരു ഡിവോട്ടീസ് ഓൺലൈനിലെ സ്റ്റോറിൻ്റെ പുറകിലാണെങ്കിലും അതുപോലെ തന്നെ മേഘ, ആഷിക, വിഷ്ണു, ആനന്ദൻ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ കൊണ്ടും ആണ് ഈ ഒരു ആഗ്രഹം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ ഇത് സമർപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഭക്തരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള. എല്ലാവർക്കും അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെയും എല്ലാവരും വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് എല്ലാവരുടെയും ഒരു അനുഗ്രഹം കൊണ്ട്, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടൊക്കെയാണ് ഇത് ഈ ഒരു തിലകം നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. ഒരുപാട് പേര് അതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 5 മണി മുതലാണ്. 5 മണി മുതൽ വിഷ്ണു അല്ല മേഘ, വിഷ്ണുവും 5 മണി മുതൽ തുടങ്ങുന്നുണ്ട്. ഞാനാണെങ്കിലും എല്ലാവരും ആ ഒരു വെളുപ്പിന് 5 മണി മുതൽ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഭക്തരുടെ ആവശ്യങ്ങളും എല്ലാം നമ്മൾ അതിൽ കൂടി നിറവേറ്റുന്നുള്ള ഒരു അങ്ങനെ ഒരുപാട് പേരുടെ ആ ഒരു കൂട്ടായ്മയുടെ ആ ഒരു ആത്മസമർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിച്ച് നമുക്ക് ഈ ഗോപി തിലകം ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചപൂജയുടെ അലങ്കാരം പറയുമ്പോഴും അല്ലേ നമുക്ക് കണ്ണന്റെ ഗോപി തിലകം ചാർത്തുന്നൊക്കെ കണ്ണനോട് ആ ഒരു സ്നേഹത്തോട് നാഷിക പറയുമ്പോഴൊക്കെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഇതിലോട്ട് കൊടുക്കുന്ന ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു ഗോപി തിലകം ഭഗവാൻ ചാർത്തിക്കാണ് എന്നുള്ളത്. ഇന്നത്തെ ഉച്ചപൂജയുടെ സമയത്ത് ഈ ഗോപി തിലകമായിരിക്കും നമ്മളെല്ലാവരും കൂടെ ഭഗവാനെ സമർപ്പിക്കുന്ന തിലകമായിരിക്കും ചാർത്തുന്നത്. മനസ്സിൽ നന്നായിട്ട് ചിരിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണന്റെ നെറ്റിയിൽ ഇന്നത്തെ ഈ ഒരു ഗോപി തിലകം മനസ്സിൽ കണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളൂ. ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നത് ഭക്തരോട് കൂടിയുള്ള ആ ഒരു സ്നേഹത്തോടു കൂടി അല്ലേ നമ്മളിന്ന് സമർപ്പിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് ഭഗവാനെ ഇന്ന് ഈ ഗോപി തിലകം സമർപ്പിക്കുകയാണ്. അപ്പൊ അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു പ്രത്യേകത കേട്ടോ. ആ ഒരു വലിയ സന്തോഷം അത് നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും നിങ്ങൾ അറിയിക്കുകയാണ്. ആ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്നത്തെയും പോലെ തന്നെ കഥയുണ്ട്. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടുള്ള ഭഗവാന്റെ മധുരാ പ്രവേശമാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട്. ഇന്നലെ കുറച്ച് കുറുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു വികൃതിക്കുട്ടിയായിരുന്നു, ദാമോദര ലീലയായിരുന്നു. ഉരല് പിടിച്ചിട്ട് യശോദാമ്മ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഭഗവാനെ. അതായിരുന്നു ഇന്നലത്തെ അലങ്കാരം. പിന്നെ ഗണപതിക്കാണെങ്കിലും അയ്യപ്പനും ഭഗവതിയമ്മയ്ക്കൊന്നും പറയാതിരിക്കാൻ സാധിക്കില്ല കേട്ടോ. അത്ര ഗംഭീരമായിട്ടുള്ള അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പം അതെല്ലാം വഴിയേ പറയാം, കഥയും പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എന്തോ കുറുമ്പ് കാണിച്ചിട്ടുണ്ട്. കാരണം യശോദാമ്മ ഉരല് പിടിച്ചിട്ട് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ദാമോദര ലീലയായിരുന്നു കേട്ടോ. ദാമോദരനുണ്ണിയായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാൻ ഉണ്ടായിരുന്നത്. ഉരല് പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഒരു ചുവന്ന നിറത്തിലെ കയറുകൊണ്ട്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയായിരുന്നു കേട്ടോ. നല്ല വണ്ണമൊക്കെ ഉണ്ടായിരുന്നു ദേഹമൊക്കെ കാണാനായിട്ട്. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഇന്നലെ. ഒരെണ്ണം ചുവപ്പും വെള്ളയായിരുന്നു. അത് നന്ദിയാർവട്ടപ്പൂക്കളും തെച്ചിയും കൊണ്ട് കോർത്തതായിരുന്നു. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് നന്ദിയാർവട്ടപ്പൂക്കൾ കൊണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിപ്പൂക്കൾ കൊണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു 3 തിരുമുടി മാലകൾ ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത്. പിന്നെ 2 ഉണ്ടമാലകളുണ്ട് ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ. 3 നിറങ്ങളുണ്ട് കേട്ടോ. പച്ചയും ചുവപ്പും പിന്നെ വെള്ളയും ഉണ്ടായിരുന്നു. അതായത് നന്ദിയാർവട്ടം, തെച്ചി, തുളസി ഇതെല്ലാം ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു. പിന്നെ ഒരു ഉണ്ടമാലയിൽ വെള്ളയും പച്ചയായിരുന്നു.
നന്ദ്യാർവട്ടും തുളസിയും കൂടെ കോർത്തിട്ടുള്ള ഉണ്ടമാലയാണ്. അതിന് നടുക്കാണ് നമ്മുടെ കുറുമ്പനായ ഉണ്ണീനെ ഉരല്ലി പിടിച്ചിട്ട് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. ആ പൊന്നിൻ കിരീടമൊക്കെ ശിരസിൽ ചൂടിയിട്ട് നെറ്റിയിൽ ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട്. കാതിൽ വലിയ കാതുപൂക്കളുണ്ട്. പിടിച്ച് കെട്ടിയിട്ടിട്ട് ആണ് നിൽക്കുന്നതെങ്കിൽ കൂടെ ചുണ്ടിലെ നല്ല മനോഹരമായ പുഞ്ചിരി ഉണ്ട് കേട്ടോ. ഞാൻ കുറുമ്പൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ള ഭാവത്തിൽ എനിക്ക് ഒരു പേടിയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ആ പൊന്നോടക്കുഴലും അരയിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ. വലത്തെ കയ്യിൽ ഒരു വെണ്ണ ഉരുളയും പിടിച്ചിട്ടുണ്ട്. വെണ്ണ മോഷ്ടിക്കുന്ന സമയത്തായിരിക്കണം ചിലപ്പോൾ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടാവുക യശോദാമ്മ. അതായിരിക്കണം ചിലപ്പോൾ ഇന്നലെ കാണിച്ചിട്ടുള്ള കുറുമ്പ്. അരയിലെ ഒരു ചുവന്ന കയറ് കൊണ്ടാണ് കേട്ടോ കെട്ടിയിരിക്കുന്നത്. അതിന്റെ അങ്ങേ തലക്കിലെ ഒരു ഉരലും കൂടെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഉരലിൽ നിന്നാണ് ഈ കെട്ട് വന്നിരിക്കുന്നത്. നല്ല വലിപ്പത്തിൽ ചാർത്തിയിട്ടുള്ള ഉരലിനെയാണ് കേട്ടോ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. വട്ടുകോണങ്ങളൊക്കെ ചുറ്റിയിട്ടുണ്ട്. തടിച്ചുരുണ്ടിട്ടുള്ള കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകളും ഒക്കെ അണിഞ്ഞിട്ട് മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ദാമോദര ലീല ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ കുറുമ്പനായിട്ടുള്ള ഉണ്ണിയുടെ ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നന്നായി ഭഗവാനെ ധ്യാനിച്ച് നന്നായി എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഭഗവാനെ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയുടെ കത്തിക്കാണ് കേട്ടോ പോകുന്നത്. ഗണപതിക്ക് ഒരു ചുവന്ന നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നു. നല്ല നല്ല വലിപ്പത്തിലുള്ള ഉടയാടയായിരുന്നു. സ്വർണ്ണ കസവുകളൊക്കെ നിറയെ ആയിട്ടാണ് ആ ഉടയാട ഉണ്ടായിരുന്നത്. ഇന്നലെ മാലകളൊന്നും അണിഞ്ഞിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസവും ഇങ്ങനെ തന്നെയായിരുന്നു. കാതുകളിലെ വലിയ കാതുപൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ 2 പൂ വെച്ചിട്ടുണ്ട്. ഒന്ന് ശരിക്കും നെറ്റിയിലാണ്, ഒന്ന് ആ തുമ്പി തുടങ്ങുന്ന ഭാഗത്തായിട്ടാണ് വേറൊരു സ്വർണ്ണപ്പൂ വെച്ചിരിക്കുന്നത്. മുഖമൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഗണപതിയുടെ ആ വലിയൊരു കിരീടമുണ്ട്, അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോയാലോ. ഇന്നലത്തെ ഭഗവതി അമ്മയുടെ അലങ്കാരം നല്ല വിശേഷപ്പെട്ട ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. അതിസുന്ദരിയായിട്ട് ഒരു പട്ടുപാവാടക്കാരിയായിട്ടാണ് ഭഗവതി അമ്മ നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു കേട്ടോ. ഒരു ഓറഞ്ച് നിറത്തിൽ കുപ്പായം അണിഞ്ഞിട്ടുണ്ട്. മഞ്ഞ പട്ടുകൊണ്ട് പാവാടയുണ്ട്. നല്ല തിളങ്ങുന്ന പട്ടുകളാണ്, സ്വർണ്ണ ഡിസൈനുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഓറഞ്ചിലും മഞ്ഞയിലും ഒക്കെ. അപ്പൊ അത്രയും പട്ട്, നല്ല തിളങ്ങുന്ന പട്ടിന്റെ പാവാടയും കുപ്പായമാണ് ഭഗവതി അമ്മ അണിഞ്ഞിരിക്കണേ. ചെറിയൊരു ഭഗവതി അമ്മയാണ് കേട്ടോ. 2 കൈകൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. 2 കൈകളിലും വളകൾ അണിഞ്ഞിട്ടുണ്ട്. അത് സ്വർണ്ണ നിറത്തിലല്ല വള, ഈ കുപ്പായത്തിന്റെ ഓറഞ്ച് നിറം ഉണ്ടല്ലോ അതേപോലെ. അപ്പൊ കുപ്പി വളകൾ അണിഞ്ഞ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു പാലക്കമാലയുണ്ട്, വേറൊരു സ്വർണ്ണമാലയും കൂടെ ഉണ്ട്. നല്ല പുഞ്ചിരിച്ചിട്ട് ആ ഭഗവതി അമ്മ നിൽക്കുന്നത്. ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് കാതിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. കാതിന് മുകളിലായിട്ടും വേറെയും 2 പൂക്കൾ വെച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റിയിൽ ഒരു വലിയ ഗോപി തിലകം ഉണ്ട്. എന്നിട്ട് ഈ രൂപത്തിന് ചേരുന്ന രീതിയിൽ ഒരു കുഞ്ഞു കിരീടം കൂടെ ശിരസിൽ അണിഞ്ഞിട്ട് അത്രയും സുന്ദരിയായിട്ട്, അതിസുന്ദരിയായിട്ട് ഒരു പട്ടുപാവാടക്കാരി തിളങ്ങി വിളങ്ങി നിൽക്കുക. അങ്ങനെ ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം, ആ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. അതാണ് നമ്മുടെ ഭഗവതി അമ്മ. എല്ലാവരും ഒന്ന് ഭഗവതി അമ്മേനെ നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കണത്. ഇന്നലെ അയ്യപ്പന്റെ അലങ്കാരവും അതിമനോഹരമായിരുന്നു. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു കേട്ടോ. ഒരു കസവിന്റെ മുണ്ടാണ് അയ്യപ്പൻ അരയിൽ ഇങ്ങനെ ചുറ്റിയിരിക്കണത്. ചുവന്ന പട്ടുമുണ്ട്. ആ മുണ്ടൊക്കെ ചുറ്റിയിട്ട് ഒരു സിംഹാസനത്തിൽ ഇരിക്കൂലോ, അപ്പൊ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. 2 കൈകളും ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കില്ലേ, അതേപോലെയാണ്. ആ കസവ് മുടിലൊക്കെ ഉള്ള ഇരുത്തം കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ ചുവന്ന പട്ടുകൊണ്ടും ഈ വെള്ള നൂല് കൊണ്ടൊക്കെയാണ് കേട്ടോ അലങ്കരിച്ചിരിക്കുന്നത്. പിന്നെ കഴുത്തിൽ 2 മാല അണിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മാല ഒരു ചുവന്ന പട്ടുനൂലിലെ ഒരു സ്വർണ്ണപ്പൂവ് ലോക്കറ്റായിട്ട് വരുന്ന രീതിയിൽ അണിയിച്ചാൽ എങ്ങനെയിരിക്കും അതേപോലെയാണ്. പിന്നെ ഒരു പാലക്കമാല കൂടെ അണിഞ്ഞിട്ടുണ്ട്. കാതിൽ പൂക്കളാണ്. നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് അയ്യപ്പനും ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ട് പിന്നെ കിരീടം നല്ല ചാർത്തിയിരിക്കുകയാണ്. അതും ഈ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് ചുവന്ന പട്ടും തട്ടുകളായിട്ട് ചുവന്ന പട്ടും ഈ വെളുത്ത നൂലൊക്കെ കൂടി ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തട്ടുകളായിട്ടുള്ള ഭംഗിയായിരുന്ന ഒരു കിരീടം. അതിന് മുകളിൽ ഒരു വളയം പോലെ, ഒരു സ്വർണത്തിന്റെ വളയം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് സ്വർണ്ണ പൊട്ടല്ലാത്ത വളയം പോലെ. അപ്പൊ അങ്ങനെയാണ് ഇന്നലത്തെ കിരീടം ഉണ്ടായിരുന്നത്. അയ്യപ്പന്റെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അയ്യപ്പന്റെ ആ ഒരു രൂപം നന്നായിട്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും അയ്യപ്പന്റെ ആ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്രൂരരെ ഭഗവാനിയായിട്ട് തേരിലെ മധുരയിലേക്കിലേയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗോപസ്ത്രീകളുടെ വക ശാപമൊക്കെ കിട്ടി. അക്രൂരർക്ക് ക്രൂരൻ എന്നൊക്കെ വിളിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് അക്രൂരർ എല്ലാം കാണുന്നുണ്ടല്ലോ, എല്ലാവരുടെ ഭാവ വ്യത്യാസങ്ങളും കാണുന്നുണ്ട്, ഗോപികമാരുടെ സങ്കടമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അക്രൂരർക്ക് തോന്നി
ഭഗവാൻ കൃഷ്ണൻ ഈ വൃന്ദാവനത്തിലെ ജീവനാണ്. ഭഗവാൻ ഇല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പൊ താൻ ഇങ്ങനെ ഭഗവാനെയും രാമനെയും കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അത് കൊണ്ടുപോകണത് എന്തിനാ? കംസനെ കൊല്ലാൻ കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അക്രൂരരെ അപ്പം തന്നെ തീരുമാനിച്ചു, ഞാൻ അവരെ കൊണ്ടുപോകണില്ല. കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കും വിഷമമാണ്, ഇവിടെയുള്ളവർക്കും വിഷമമാണ്. ആ വിഷമം ഞാൻ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ അവരെ കൊണ്ടുപോകില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ തീരുമാനമൊക്കെ ആയി വരുമ്പോഴേക്കും കാളിന്തിയുടെ തീരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അക്രൂരർ പറഞ്ഞു, അതെ ഇപ്പോൾ ഉച്ചയായില്ലേ, കാരണം രാവിലെ ഇറങ്ങിയതാണ്, ഉച്ചയായി. അപ്പോൾ ഇപ്പോൾ എനിക്ക് സന്ധ്യാവന്ദനമുണ്ട്, 3 സന്ധ്യകളിലും സന്ധ്യാവന്ദനമൊക്കെ നടത്തും. അപ്പോൾ എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞു നദിയുടെ തീരത്തെത്തിയപ്പോൾ. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ അക്രൂരൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ നദിയിൽ മുങ്ങാം, എന്നിട്ട് ഊളയിട്ടിട്ട് അപ്പുറത്തെ കരയിലേക്ക് നീന്തി പോകാം, അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറിയിട്ട് നടന്നു പോവാം. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ് കംസന്റെ അടുത്ത് എന്തെങ്കിലും നുണ പറയാം, ഭഗവാനെ കിട്ടിയില്ലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നുണ പറയും. ഇനിയിപ്പോൾ അതും പറ്റിയില്ലെങ്കിൽ തീർത്ഥാടനത്തിന് പോകാലോ, എവിടെയെങ്കിലൊക്കെ ചുറ്റിക്കറങ്ങാം. എന്തായാലും കംസനെ കൊല്ലാനായിട്ട് ഈ കുട്ടികളെ ഞാൻ കൊണ്ടുപോകണില്ല. അതാണ് അക്രൂരൻ തീരുമാനിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാം. കുട്ടികൾ നല്ല പടുവികൃതികളാണെന്ന് യശോദാമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെങ്ങനെ എവിടെയും പോകുമെന്ന് അറിയില്ല, അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്രൂരരെ കാളിന്തിയിലേക്ക് മുങ്ങാനായിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് മുങ്ങിയപ്പോൾ ഉണ്ട് വെള്ളത്തിൻ്റെ ഇടയിൽ 2 പേരും. ഇത് കൃഷ്ണനുണ്ട് രാമനുണ്ട്. പെട്ടെന്ന് നിവർന്നു കേട്ടോ. കാരണം എങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വികൃതി കാണിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിയുണ്ടോ എന്ന് അറിയില്ലല്ലോ. അതാണ് പെട്ടെന്ന് എണീറ്റ് നോക്കിയത്. ഉയർന്നു നോക്കിയപ്പോൾ അതാ 2 പേരും തേരിലിരിക്കണം, ചിരിച്ചുകൊണ്ടാട്ടോ അവിടെ ഇരിക്കണത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയതാവെന്ന് പറഞ്ഞിട്ട് 2ാമതും വെള്ളത്തിലേക്ക് മുങ്ങി. അപ്പോഴാണ് ഭഗവാൻ വൈകുണ്ഠ ദർശനം അക്രൂരർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അനന്തശായി ആയിട്ടുള്ള ഭഗവാൻ, അനന്തൻ രാമേട്ടനാണ്. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ കുഞ്ഞുമുഖമാണ്, നമ്മുടെ കുഞ്ഞു കൃഷ്ണന്റെ മുഖം തന്നെയാണ്. അപ്പോൾ അക്രൂരർക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുന്ന ആ കൃഷ്ണനും രാമനും സാക്ഷാൽ ഭഗവാനും അനന്തനുമാണെന്ന്. അപ്പോൾ പിന്നെ പേടിയൊന്നുമില്ല. ഇവരെ വധിക്കാനല്ല ഇപ്പോൾ താൻ കൊണ്ടുപോകണത്, ഇവരാണ് കംസനെ വധിക്കുകയെന്ന് തീർച്ചയായും. അങ്ങനെ അക്രൂരൻ ഗംഭീരമായിട്ട് ദശാവതാരം സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ. അങ്ങനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. അക്രൂരർക്കാട് സന്തോഷമായി. അങ്ങനെ അവിടെ നിന്ന് കയറി വരിക. അപ്പം അക്രൂരരുടെ ദേഹത്തൊക്കെ ഇങ്ങനെ കോരിത്തെരിച്ചതുപോലെ ഉണ്ടാവില്ലേ, നമ്മൾ തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുക, കോരിത്തിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ അക്രൂരർ കയറി വരുന്നത്. അപ്പം ഭഗവാൻ ചോദിക്കുക തമാശയിലെ, എന്താ അക്രൂരപ്പ തണുക്കുന്നുണ്ടോ, വെള്ളത്തിന് നല്ല തണുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അക്രൂരപ്പ ചിരിക്കാട്ടോ ചെയ്തു. ഭഗവാനെല്ലാം മനസ്സിലായി, അക്രൂരർക്കും മനസ്സിലായി അത് ഭഗവാനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ആ കോരിത്തെരിപ്പ് അക്രൂരർക്ക് ഉണ്ടായത്. അല്ലാതെ വെള്ളത്തിന് തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഭഗവാനാണെങ്കിലും തമാശയിൽ ചോദിക്കുന്നത്, ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. കാരണം എല്ലാം ഭഗവാനാണെന്ന് മനസ്സിലായി. ഇപ്പം പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ, തൻ്റെ കൂടെയുള്ളത് ഭഗവാനാണ് എന്ന് മനസ്സിലായിട്ട് പിന്നെ സമാധാനത്തോട് കൂടിയിട്ടാണ് അവർ മധുര പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ അവിടെ ഇറങ്ങി. അപ്പോൾ അക്രൂരർ പറഞ്ഞു, എൻ്റെ ഗ്രഹത്തിലേക്ക് പോരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല അക്രൂരപ്പ, ഇപ്പം ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ഈ മധുര പട്ടണം ഒന്നും കണ്ടിട്ടില്ല, ഒന്ന് ചുറ്റിക്കറങ്ങി കാണട്ടെ, വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോപാലകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും ഇറങ്ങി മധുരയുടെ ഉപവനത്തിലെ അവർ വിശ്രമിക്കുകയാണ്. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ രോഹിണിയമ്മയും യശോദാമ്മയും കൂടിയിട്ട്. അതൊക്കെ കഴിച്ചു, അവർ വിശ്രമിച്ചു. എന്നിട്ട് നമ്മുടെ ഭഗവാനും രാമേട്ടനും കൂടെ ആ മധുര പട്ടണം കാണാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ ഈ മധുരയിലാണെങ്കിലോ ആ പട്ടണത്തിൻ്റെ വീഥികളെല്ലാം മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഉത്സവമാണല്ലോ നടക്കുന്നത്, ചാപ്പപൂജ മഹാ ഉത്സവമായിട്ട് നടത്തുമ്പോൾ എത്ര ഭംഗിയിലായിരിക്കും അലങ്കരിച്ചിട്ടുണ്ടായിരിക്കുക. കോടി തോരണങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇനി പൂമാലകളൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ട് അത്രയും ഭംഗിയായിട്ടാണ് ഓരോ വീഥികളും അലങ്കരിച്ചിരിക്കുന്നത്. അതിലൂടെയാണ് നമ്മുടെ ഭഗവാനും രാമേട്ടനും പിന്നെ പുറകിൽ എല്ലാവരും കൂടിയിരിക്കുന്നു ഭഗവാനെ കാണാനായിട്ടേ. കാരണം അപ്പോഴേക്കും അവിടെ ഒരു ശ്രുതി പരന്നു, അക്രൂരരെ കൃഷ്ണനെയും രാമനെയും വിളിക്കാനായിട്ട് വൃന്ദാവനത്തിലേക്ക് പോയിട്ടുണ്ട്, കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവര്, അതായത് കൃഷ്ണൻ കംസനെ വധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ശ്രുതിയൊക്കെ അവിടെ പരന്നു. അപ്പോൾ എല്ലാവർക്കും കൃഷ്ണനെ കാണണം എന്നുള്ള ആഗ്രഹമായി. അപ്പോൾ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള 2 കുട്ടികൾ ഇതാ നടന്നു പോകുന്നു. ഇത്രയും സൗന്ദര്യമുള്ള കുട്ടികളെയാണോ കംസൻ വധിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? അങ്ങനെയുള്ള 100,000 ചിന്തകൾ. അപ്പോൾ ഇവരെ എല്ലാം ഭഗവാനും നന്നായിട്ട് നോക്കി ചിരിച്ചുകൊണ്ടാണ് കേട്ടോ പോണത്. ഓരോരുത്തരും ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. തുണി അലക്കുന്നവരുണ്ട്, പാചകം ചെയ്യുന്നവരുണ്ട്, എന്താ പറയുക, പാത്രം കഴുകുന്നവർ, പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. ആ
ജോലിയുടെ ഇടയിലാണ് ഭഗവാനെ ഒരു നോക്കി കാണാനായിട്ട് അവരിങ്ങനെ എത്തി നോക്കുന്നത്. അവരെയൊക്കെ ഭഗവാൻ കടാക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ ആ വീതിയിലൂടെ നടന്നു പോണത്. എല്ലാവരെയും ഞാൻ കണ്ടു എന്ന് നടിച്ചിട്ട് ഭഗവാൻ അതിലൊരു ബുദ്ധിമുട്ടില്ലല്ലോ, നോക്കുന്ന എല്ലാവരെയും തിരിച്ചും ഭഗവാൻ കണ്ടു, അവരെല്ലാം കടാക്ഷിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. അപ്പോൾ അവർക്കും നല്ല സന്തോഷം. അപ്പോൾ ഇത്രയും സൗന്ദര്യമുള്ള കുട്ടികളെ തന്നെയാണോ കംസൻ വധിക്കുന്നത്? അങ്ങനെയുള്ള ചിന്തയിൽ കൂടെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഭഗവാനെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമല്ലേ നമുക്ക് തോന്നുക. അതേ സന്തോഷം മധുരയിലുള്ളവരുടെ എല്ലാവരുടെ മുഖത്തും തെളിഞ്ഞു. അവരെല്ലാം ഭഗവാൻ നോക്കിക്കൊണ്ടാണ് പോകുന്നത് എന്നുള്ളത് അവരുടെ സന്തോഷം ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഒരു അലക്കുകാരൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അലക്കുകാരൻ്റെ കയ്യിൽ ഒരു വലിയ ഭാണ്ഡമുണ്ട്. പിന്നെ അവരുടെ ശിഷ്യന്മാരൊക്കെ കൂടെ ഉണ്ട്. അവരുടെ കയ്യിലും നിറയെ തുണികളൊക്കെ അതിനെ പൊതിഞ്ഞിട്ടുള്ള ഒരു ഭാണ്ഡമായിട്ടാണ് വരുന്നത്. ഇത് നിറയെ പട്ടുവസ്ത്രങ്ങളാണ് കേട്ടോ, പട്ടുമുണ്ടും കംസന്റെ വസ്ത്രങ്ങളാണ്. അതെല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരിക. രാജാവാണല്ലോ. അപ്പോൾ അവർ വരുന്നത് കണ്ടു. കൃഷ്ണൻ ചോദിച്ചു, 2 മുണ്ട് ഞങ്ങൾക്ക് തരുമോ ചോദിച്ചു. പട്ടുമുണ്ടേ, ഒന്ന് കൃഷ്ണനും ഒന്ന് ബലരാമേട്ടനും. അപ്പോൾ പറഞ്ഞു, ഈ കാട്ടുവാസികൾക്കാണോ രാജാവിൻ്റെ പട്ടൊക്കെ കൊണ്ടു കൊടുക്കുക എന്നൊക്കെ അദ്ദേഹം ചോദിച്ചിട്ട് ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെ ആക്രോശിച്ചു കൊണ്ട് പറഞ്ഞു ഈ അലക്കുകാരൻ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ അലക്കുകാരി ഒരു ജന്മത്തിലും നന്നാവില്ല അല്ലേ എന്ന്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഇതേപോലെ ഒരു അലക്കുകാരൻ സീതേനെ പറ്റി അപവാദമൊക്കെ പറഞ്ഞിട്ട് അന്ന് ആകെ പ്രശ്നമായതാണ്. ഇപ്പോഴും അതേപോലെ തന്നെയാണ് അല്ലേ എന്നും പറഞ്ഞിട്ട് ഒറ്റ തട്ടാ കൊടുത്തു. അങ്ങനെ ചിന്തിക്കലും ഒരു തട്ട്. ആ ഒരു അലക്കുകാരൻ 2 കഷ്ണങ്ങളായിട്ട്, തല വേറെ ഉടല് വേറെ ആയിട്ട് കിടന്നു. അപ്പൊ ഇതൊക്കെ ആളുകൾ കണ്ടു, അവിടെ നിന്നവരൊക്കെ കണ്ടു. എന്നിട്ട് ഭഗവാൻ എന്താ ചെയ്തേ? അതിന് 2 പട്ടുമുണ്ട് എടുത്തു. ഒന്ന് ഭഗവാനും വസ്ത്രങ്ങളൊക്കെ എടുത്തു, രാമേട്ടനും കൊടുത്തു, പിന്നെ ഗോപാലകുട്ടികൾക്ക് കൊടുത്തു. അവിടെ കൂടി നിന്ന എല്ലാവർക്കും അത് വിതരണം ചെയ്തു. അവർക്കൊക്കെ നല്ല സന്തോഷമായി. ഇപ്പൊ തന്നെ ഭഗവാൻ രാജാവായിക്കോട്ടെ, അങ്ങനെയാണ് അവരുടെ ചിന്ത കേട്ടോ. ജയ് വിളിച്ചുകൊണ്ട് പിന്നാലെ കൂടി ഭഗവാനെ. അപ്പൊ നോക്കിയപ്പോ ഈ വസ്ത്രങ്ങളൊക്കെ കംസന്റെ ആണല്ലോ. ഇത് ഭഗവാൻ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമല്ല, അളവുകളൊന്നും കൃത്യമല്ല. അതിൽ ഭഗവാന്റെ ആ ഇട്ട വസ്ത്രത്തിൽ പിന്നെ 2-3 പേരെ കയറ്റി നിർത്താം, അത്രയും വലിപ്പമുള്ളതാ. അപ്പൊ ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഇത് തന്നെ അവസ്ഥ. അങ്ങനെ നോക്കുമ്പോഴാണ് കുറച്ച് അകലെ ഒരു തുന്നൽക്കാരൻ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. വേഗം അങ്ങോട്ട് ചെന്നു. തുന്നൽക്കാരൻ പറഞ്ഞു, ഞാൻ ഇത് നേരെയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ വസ്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് കൃഷ്ണന്റെയും ബലരാമന്റെയും അളവിനാക്കി കൊടുത്തു. ആ അളവിനാക്കി കൊടുക്കുക മാത്രമല്ല, ഭംഗിയായിരുന്നുള്ള ചിത്രപ്പണികൾ, ഓരോരോ അലുക്കുകൾ ഇങ്ങനെ തുന്നിച്ചേർത്ത് നല്ല ഭംഗിയുള്ള ഓരോ വസ്തുക്കൾ ഇങ്ങനെ അതിൽ നിന്ന് തുന്നിച്ചേർത്ത് അതിന്റെ ഭംഗി ഇങ്ങനെ കൂട്ടി എന്നിട്ട് ഭഗവാന് കൊടുത്തു. ഭഗവാൻ അത് അണിഞ്ഞു. സന്തോഷമായി. ഇതിൽ പരം സന്തോഷം ഇനി ഇല്ല എന്ന് വേണമല്ലോ പറയാൻ. അത്രയും ഭഗവാന് ഇഷ്ടമാണല്ലോ അലങ്കരിക്കണത്. അപ്പോൾ തുന്നൽക്കാരനോട് വലിയ ഇഷ്ടം തോന്നി, സന്തോഷം തോന്നി. തുന്നൽക്കാരനെ ഭഗവാൻ അനുഗ്രഹിച്ചു. അതാണ് തുന്നൽക്കാർക്ക് പണി ഒഴിഞ്ഞിട്ടൊരു നേരം ഉണ്ടായിരിക്കില്ല. അവർക്ക് എപ്പോഴും തുന്നാൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അവർക്ക് ജോലി ഇല്ലാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും തുന്നാനായിട്ട്. പണി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും അവർക്ക് ജീവിതത്തിൽ വരില്ല. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അങ്ങനെ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. എന്നിട്ട് അവിടെ അങ്ങോട്ട് അടുത്ത ഭാഗങ്ങളിൽ കാണാനായിട്ട് ഇങ്ങനെ പോകുക. അപ്പൊ പിന്നാലെ എല്ലാവരും, ആ പ്രദേശവാസികളെല്ലാം ജയ് വിളിച്ചുകൊണ്ട് ഭഗവാന്റെ പുറകെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. സന്തോഷത്തോട് കൂടിയിട്ടാണ് എല്ലാവരും നടന്നു പോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു മാലക്കാരനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ പൂക്കൾ കൊണ്ട് കോർത്തിട്ടുള്ള മാലകളുണ്ട്, മുത്തുകളൊക്കെ കോർത്തിട്ടുള്ള മാലകളുണ്ട്. അപ്പൊ ഇദ്ദേഹമാണെങ്കിലോ എല്ലാ ദിവസവും ഭഗവാന് വേണ്ടിയിട്ട് ഒരു മാല കോർത്തു വെക്കും. ഭഗവാൻ ഇന്ന് വരും എന്ന് വിചാരിച്ച് ഇന്നൊരു മാല കോർക്കും, വരില്ല, പിറ്റേ ദിവസവും കോർക്കും. അത് മുടക്കം വരുത്തുന്നില്ല കേട്ടോ. എന്നും ഒരു മാല ഭഗവാന് വേണ്ടിയിട്ട് ഇദ്ദേഹം മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോഴാണ് ഭഗവാൻ വരണത്. സന്തോഷമായി ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു ആ മാല ഇങ്ങോട്ട് അണിയിച്ചു കൊടുത്തു. പിന്നെ അലങ്കാരങ്ങളായി. ഇത്രയും പ്രിയപ്പെട്ട കാര്യം ഭഗവാൻ ഇനി പറയാനുണ്ടോ? എവിടെ അലങ്കാരപ്പണി നടത്തുന്നുണ്ടോ അവിടെ തലയും കാട്ടി ഫസ്റ്റ് നിൽക്കുന്നുണ്ടാവും നമ്മുടെ ഭഗവാൻ. അങ്ങനെ ഇദ്ദേഹം, ഈ മാലക്കാരൻ ഭഗവാനെ അണിയിച്ചുകൊണ്ടിരിക്കുക. പൂക്കൾ കൊണ്ടുള്ള മാലകൾ കൊണ്ട് അലങ്കരിക്കുന്നു. കൈകളിലും കഴുത്തിലൊക്കെ അണിയുന്നു, ശിരസിലൊക്കെ അണിയുന്നു. നല്ല ഭംഗിയിലെ വേറെയും മുത്തുകൾ കൊണ്ട് കോർത്തിട്ടുള്ള മാലകളൊക്കെ അണിയുന്നു. ബലരാമേട്ടനെ അണിയിക്കുന്നു. അതും കഴിഞ്ഞ് ഗോപാലകുട്ടികളെ എല്ലാവരെയും നല്ല രസമായിട്ട് അതിനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഭഗവാൻ നല്ല സന്തോഷമായി. ആദ്യം കുപ്പായങ്ങളൊക്കെ കിട്ടി, നല്ല ഭംഗിയിൽ തുന്നൽക്കാരൻ അതെല്ലാം നേരെയാക്കി കൊടുത്തു. പിന്നെ അലങ്കാരങ്ങൾ, മാലകൾ എല്ലാം ലഭിച്ചു. അപ്പം വലിയ സന്തോഷമായി. അങ്ങനെ ഈ മാലക്കാരനെയും ഭഗവാൻ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം ലഭിച്ച ഉടനെ തന്നെ അദ്ദേഹം ചെറുപ്പമായി എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞു. ഇനി നാട്ടുകാർ പിന്നാലെ കൂടാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ. പ്രായം കുറഞ്ഞു. ഇനി എപ്പോഴും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിന് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. ഭഗവാൻ മാല കെട്ടുന്നവരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവർക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല, എല്ലാം ഭഗവാൻ നോക്കിക്കോളും. അങ്ങനെ പറയാം. അത് ഭഗവാൻ അന്ന് നൽകിയ അനുഗ്രഹമാണ്. അങ്ങനെ അവിടെ നിന്ന്
ഇവരെല്ലാവരും കൂടെ ഭഗവാനും കുട്ടികളും രാമേട്ടനും പുറകെ കൂടി എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് അടുത്ത ഒരു സ്ത്രീയെ കാണുന്നത്. ഭഗവാനെ സുന്ദരാന്ന് വിളിക്കുന്ന ഒരു സ്ത്രീനെ. മുൻപ് ശ്യാമസുന്ദരാന്ന് ഗോപസ്ത്രീകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വസ്ത്രങ്ങളൊക്കെ അപഹരിച്ചുകൊണ്ട് ആ കടമ്പ വൃക്ഷത്തിന് മുകളിൽ കയറിയിരിക്കുന്ന സമയത്ത് ശ്യാമസുന്ദരാന്ന് വിളിച്ചിരുന്നു. അതേപോലെ തന്നെ മധുരയിലെ ഭഗവാനെ സുന്ദര എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നത്. ആ സ്ത്രീ ആരാണെന്ന് പലർക്കും അറിയുണ്ടാവും. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ചുവടെയായിട്ട് അവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കൂടെ പറയാം.